ഇന്ന് എന്താ വലിയ സന്തോഷത്തിലാണല്ലോ. എന്താ ചെയ്യുന്നേ? അപ്പ എനിക്ക് വലുതാകുമ്പോ ആരാണെന്നറിയോ? ആഹാ, പറ കേൾക്കട്ടെ. അപ്പ എനിക്കൊരു ഫാഷൻ ഡിസൈനർ ആവണം. ഞാനില്ലേ പുതിയ പുതിയ ഡ്രസ്സുകൾ വരയ്ക്കാനും ഡിസൈൻ ചെയ്യാനും പഠിക്കുകയാണ്. ആഹാ, ഇത് കൊള്ളാലോ. ഫാഷൻ ഡിസൈനറോ? അങ്ങനെയാണെങ്കിൽ മോളുടെ ആഗ്രഹത്തിന് പപ്പ വേണ്ടുന്നതൊക്കെ ചെയ്തു തരും കേട്ടോ. I love you, പപ്പ. പ്രിയ, ഇന്ന് മോൾ എൻ്റെ അടുത്ത് പറയാണേ അവൾക്കൊരു ഫാഷൻ ഡിസൈനർ ആവണമെന്ന്. എനിക്ക് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. മാത്രമല്ല, അവൾ വരച്ച ഒരുപാട് സ്കെച്ച് ഡ്രസ്സിൻ്റെ ഒക്കെ ചിത്രങ്ങളൊക്കെ എനിക്ക് കൊണ്ടുവന്ന് കാണിച്ചു തന്നു, ഡിസൈൻ ചെയ്തതൊക്കെ. അത് കേട്ടപ്പോൾ എനിക്ക് അവളെ ഏതെങ്കിലും രീതിയിൽ ഒരു ഫാഷൻ ഡിസൈനർ ആക്കണമെന്ന് തന്നെ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാന്നുള്ളൊരു പ്രോമിസും കൊടുത്തു. സത്യത്തിൽ ഐ ആം സോ ത്രില്ലഡ്. അവളുടെ ആഗ്രഹത്തിന് നിങ്ങൾ ഏതറ്റം വരെയും പോകുമെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. പക്ഷേ ഒരച്ഛനും അങ്ങനെ ആയതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. എൻ്റെ കുടുംബത്തിലെ സ്ത്രീകൾ ജോലിക്ക് പോകണ്ട, ആ കാശ് കിട്ടിയിട്ട് വേണ്ട ഇവിടുത്തെ കാര്യങ്ങൾ നടക്കാൻ എന്ന് പറയുന്ന ഒരു ഭർത്താവാണ് അവൾക്ക് കിട്ടുന്നെങ്കിലോ. അവളുടെ കാര്യങ്ങളും സ്വപ്നങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരാളെ അവൾക്ക് കിട്ടട്ടെ. നോക്കി, ഇത് B.Ed അഡ്മിഷൻ ഫോമാണ്. അഡ്മിഷനുള്ള സമയമായിട്ടുണ്ട്, ഞാൻ കൊടുക്കട്ടെ? പ്രിയ, ഈ കുടുംബത്തിൽ സ്ത്രീകൾ ജോലിക്ക് പോയുള്ള ചരിത്രമൊന്നുമില്ല. അവർ കൊണ്ടുവരുന്ന കാശ് കിട്ടിയിട്ട് വേണ്ട ഇവിടെ കാര്യങ്ങൾ നടക്കാൻ. ഒരു സ്ത്രീ വിജയിക്കുന്നത് അവളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനും പിന്തുണയ്ക്കാനും ആത്മവിശ്വാസം നൽകുന്ന ഒരു അച്ഛനോ ഭർത്താവോ കൂടെ ഉണ്ടാകുമ്പോഴാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളിലൊക്കെ എനിക്ക് ഇപ്പോൾ ശരിക്കും കുറ്റബോധമുണ്ട്. ഐ ആം റിയലി സോറി. നിൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം നടക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഇനി ഞാൻ എന്നും കൂടെ ഉണ്ടാകും. നീ വേഗം മാറ്റുക, ഞാൻ താഴെ കാറുമായി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിൻ്റെ സ്നേഹനിധിയായ ഭർത്താവ്.